ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്രയോ പേർ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു സമയം. ഹല്ലേലൂയ. എനിക്കും അല്പസമയം ഇങ്ങനെ ആയിരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരുമിച്ച് നമ്മുടെ അപ്പനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്കൊരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്നായി സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മളെ എത്രത്തോളം നിർത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകലിലും നമ്മെ എല്ലാവരെയും ഇവിടെ കൂട്ടി വരുത്തിയ നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ഹാൾ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നടക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു നാളും കൈവിടാത്തവൻ, ആര് മറന്നാലും മറക്കാത്തവൻ. ഹല്ലേലൂയ. അന്ത്യത്തോളം കൂടെയുള്ളവൻ, കാക്കയാൽ ആഹാരം പോറ്റിയവൻ, കാണുന്നവർ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെ എന്നെ കാക്കുന്നവൻ. ഹല്ലേലൂയ. മരുഭൂമിയിൽ പോലും മന്ന ഒരുക്കിയവൻ. ഹല്ലേലൂയ. മാറായെ മധുരമായി തീർത്തവൻ, മാറാത്തവൻ. ഹല്ലേലൂയ. ആ ചിറകൻ കീഴിൽ നമ്മെ മറയ്ക്കുന്നവൻ. ഹല്ലേലൂയ. ഈ യേശു എത്ര നല്ലവൻ. നമ്മൾ ഈ യേശുവിനെ സ്തുതിക്കാനാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ യേശുവിനെ സ്തുതിക്കാനാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കുക. നമ്മുടെ അധരങ്ങൾ എപ്പോഴും സ്തുതികൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ അധരങ്ങൾ ഒരിക്കലും മൗനമായി പോകരുത്, എപ്പോഴും സ്തുതിക്കണം. കാരണം നീ കാണുന്ന ഓരോന്നിനും, ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ഓരോന്നിനും ഉടയവനായവനാ നിന്റെ യേശു. ആ യേശുവിനെ എത്രത്തോളം സ്തുതിക്കുവാൻ കഴിയുമോ അത്രത്തോളം സ്തുതിക്കണം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പണ്ട് നമ്മൾ കൈതാളങ്ങളാലും കരങ്ങളടിച്ചുമായിരുന്നു പണ്ട് പാടിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് നന്നായി പാടുവാൻ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സംസാരിച്ചു കൊണ്ടിരുന്നിടത്ത് ഇന്ന് മൈക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചൂട് പറ്റാതെ ഇരിക്കുവാൻ ആളുകളുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ദൈവം എത്ര നല്ലവനാ, ഇതെല്ലാം ഒരുക്കിയ ദൈവം എത്ര നല്ലവനാ. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണം. എത്രത്തോളം ഉപയോഗിച്ച് ആ നാമത്തെ ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം യോഹന്നാൻ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവർ ആകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കേൾപ്പിച്ച ഈ വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. ഇരുട്ടിൽ നിന്നും, ഹല്ലേലൂയ, ആമേൻ, കർത്താവേ, വെളിച്ചത്തിലേക്ക് നടത്തുന്ന ഒരു വചനം. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ഇരുട്ടുമൂടിയ അവസ്ഥയിൽ നിന്ന് കർത്താവേ, എനിക്കൊരു വെളിച്ചം കാണണം. ഇന്നത്തെ എൻ്റെ ഈ അന്ധകാരം മാറണം. ആരെല്ലാം ഇരുട്ടിൽ തപ്പി തേടിക്കൊണ്ടിരിക്കുന്നു, ആരെല്ലാം അന്ധകാരം മൂടി അവസ്ഥകളിലായിരിക്കുന്നു, ആമേൻ കർത്താവേ, ഈ അന്ധകാരം മാറി. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ വെളിച്ചം ഇതിനകത്ത് കടന്നു വരണം. യേശുവേ, ഇന്ന് എന്നെ ഒന്ന് തൊടണം. എല്ലാവരും ഒന്ന് ഉറക്കെ വിളിച്ച്, യേശുവേ, എന്നെ ഇന്നൊന്ന് സന്ദർശിക്കണം. യേശുവേ, എൻ്റെ ഈ അവസ്ഥയെ ഒന്ന് മാറണം. യേശുവേ, എൻ്റെ ഈ കടബാധ്യത മാറണം. യേശുവേ, എൻ്റെ ഈ ഭാരങ്ങൾ മാറണം. യേശുവേ, എന്നിൽ നിന്ന് ഈ പാപത്തെ നീക്കണമേ. യേശുവേ, കണ്ണുനീരോടെ പറയാൻ കഴിയുന്നവർ ഒന്ന് ഉറച്ചു വിളിച്ച് പറഞ്ഞാട്ടെ, യേശുവേ, എൻ്റെ ഈ പാപത്തെ, ഹല്ലേലൂയ, ഞാനായിരിക്കുന്ന ഈ പാപത്തെ അപ്പാ എന്നിൽ നിന്ന് നീക്കണമേ. എന്നെ ഒരു പുതിയതാക്കി പുറത്തു കൊണ്ടുവരണമേ. ആർദല ഭവിഷ്യസി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യോഹന്നാൻ സുവിശേഷം 8:12 നമ്മൾ വായിച്ച് കേട്ടത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവർ ആകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 8:1 മുതൽ തുടർച്ചയായി വായിച്ചു വരുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് യേശു തൻ്റെ ഒപ്പമുള്ളവരോട് ഇത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വചനം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. 8:2 പറയുന്നു, അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ഹല്ലേലൂയ. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു.
അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഒരു ഉപദേശത്തിൻ്റെ നടുവിൻ, ഹല്ലേലൂയ, ഒരു ഉപദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് യേശു ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർത്തൃദാസൻ ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാ വചനങ്ങളിലൂടെ ചില ഉപദേശങ്ങൾ തരും. ഹല്ലേലൂയ. ചിലർ അത് കേൾക്കും, ചിലർ അത് ഏറ്റെടുക്കും, ചിലർ അതിനെക്കുറിച്ച് ചിന്തിക്കും, ചിലർ അത് കേട്ടിട്ട് കളയും. ഹല്ലേലൂയ. യേശുവും അതുപോലെ തൻ്റെ ഒപ്പം ഹല്ലേലൂയ ചുറ്റിയിരിക്കുന്നവർക്ക്, തൻ്റെ ഒപ്പം കൂടിയിരിക്കുന്നവരോട് അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില വചനങ്ങളിലൂടെ, ചില ഉപമകളിലൂടെ, ചില കഥകളിലൂടെ, ചിലതിനെയൊക്കെ കാണിച്ച്, ഹല്ലേലൂയ, ചില എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ ഉപദേശിക്കുന്നത് അല്ല, ചുമ്മാ എന്തോ വലിയ കാര്യങ്ങളല്ല പറയുന്നത്. യേശു സംസാരിച്ചതൊക്കെയും തന്നോടൊപ്പം ഉള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്തൃദാസനും അങ്ങനെ തന്നെ സംസാരിക്കുന്നേ. നമുക്കെങ്ങനെ മനസ്സിലാവണം, നമുക്കെന്താണ് വേണ്ടത്? ഹല്ലേലൂയ. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ ഒപ്പമുള്ളവർ എന്താണ് വേണ്ടത് ആഗ്രഹിക്കുന്നു അത് കേൾക്കുന്ന വിധത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവരൊരു ലോകം സൃഷ്ടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരു സ്ഥലത്ത് പോയാൽ, ഞാൻ എൻ്റെ കുഞ്ഞിലൂടെ കണ്ടുപഠിച്ചൊരു കാര്യമാണ്, അവരൊരു സ്ഥലത്ത് പോയാൽ ഒരു ഏരിയ എങ്ങനെ തിരിക്കും, അവരതിനകത്ത് നിന്ന് വട്ടം ചുറ്റി കളിക്കുന്നത്. എന്താണെന്നറിയോ? അവർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ ഏരിയക്കകത്ത് സേഫാ. ഹല്ലേലൂയ. ഈ കാണുന്ന ഈ ചുറ്റുപാടിനകത്ത് ഞാൻ സേഫാണ്. ഇപ്പോൾ ഈ 4 പില്ലറായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. ഈ 4 പില്ലർ വിട്ട് വെളിയിൽ പോകത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞിനും അറിയാം, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഈ പില്ലർ വിട്ടു പോയാൽ എന്നെ കാണത്തില്ല. അതുപോലെ നമുക്കും അറിയാം, നമ്മുടെ കുഞ്ഞ് ഇതിനകത്ത് നിൽക്കുന്നിടത്തോളം സേഫാണ്. ഇതുപോലെയാണ് നമ്മളെ അർപ്പനും. ഹല്ലേലൂയ. നമുക്കൊരു ഏരിയ തിരിച്ച് തന്നിട്ടുണ്ട്, നമുക്കായിട്ടൊരു ലോകത്തെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരു വളയം തിരിച്ച് തന്നിട്ടുണ്ട്. അതിനകത്ത് നീ സേഫാണ്. അത് വിട്ട് പുറത്ത് കിടക്കുമ്പോൾ അവിടെയാണ് പിശാചും, ഹല്ലേലൂയ, നിന്നെ വിഴുങ്ങുവാനുള്ള സിംഹവും നിന്റെ അടുക്കിലേക്ക് വരുന്ന പാമ്പും നിന്റെ അടുക്കിലേക്ക് വരുന്ന കെണിയുമുള്ളത്. നീ ആ വളയത്തിനകത്തായിരിക്കുന്നിടത്തോളം നീ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ നിന്റെ കുഞ്ഞ് സുരക്ഷിതനായിരിക്കുന്നത് പോലെ നീ ആ വളയത്തിനകത്ത്, നീ ആ കാണാവെട്ടത്തിനകത്തായിരിക്കുന്നെങ്കിൽ നീയും സുരക്ഷിതനാണ്. കാരണം നിന്റെ അവസ്ഥയെ അവൻ അറിയും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞൊന്ന് വിഴുന്നാൽ നമ്മൾ കാണുന്നത് പോലെ, ആ കുഞ്ഞൊന്ന് കരഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ, ആ വിശപ്പ് നമ്മൾ അറിയുന്നത് പോലെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കുഞ്ഞ് വിശക്കുന്നു എന്ന് നമ്മളോടൊന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ അറിയുന്നത് വിശക്കുന്നു എന്ന്? അല്ല, വിശക്കുന്നുവെന്ന് പറയാതെ തന്നെ നമ്മൾ ആഹാരം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയുന്നവൻ, നമുക്ക് എന്ത് തരണമെന്നറിയുന്നവൻ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഒത്തിരി ദൂരത്തേക്ക് നോക്കിയാൽ കരയുന്നേ, നമ്മൾ അടുത്തുള്ളതിനെ കാണുന്നില്ല. പലതും നമ്മൾ കാണാതെ പോകാറുണ്ട്. നമ്മുടെ അടുക്കൽ നല്ലതൊക്കെ തന്നിട്ടുണ്ടെന്നേ. ചില സങ്കടങ്ങൾക്കിടയിലും, ചില ഭാരങ്ങൾക്കിടയിലും, ചില നീറ്റലുകൾക്കിടയിലും ചില നല്ലതൊക്കെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനും അതുപോലെയൊക്കെ കടന്നു വന്നവരാ. ഹല്ലേലൂയ. എനിക്ക് സങ്കടമില്ല എന്നല്ല, എനിക്കും സങ്കടങ്ങളുണ്ട്. ഞാൻ കരയുന്നില്ല എന്നല്ല, ഞാനും കരയുന്നുണ്ട്. എൻ്റെ അവസ്ഥകളെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. എങ്കിലും ഞാൻ ചിരിക്കാറുണ്ട്, എനിക്ക് നല്ലതിനെ തന്നതിനെ ഓർത്ത്, എനിക്ക് നന്മകളെ തന്നതിനെ ഓർത്ത്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ. ഹല്ലേലൂയ. അറിയാവുന്നവർക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കരഞ്ഞതാ. ഹല്ലേലൂയ. അവളുടെ വലത് കൈക്ക് അനക്കമില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എറോസ്പാൾസി എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞതാ. ഹല്ലേലൂയ. ഇനി അത് അനക്കമുണ്ടാകത്തില്ല, ഇനി അത് ചുരുങ്ങിപ്പോവും, ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് അനക്കത്തില്ല എന്നൊക്കെ ഡോക്ടർമാർ വിധി എഴുതി. കാണുന്നവർ പലരും പറഞ്ഞു, പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരുണ്ട്. ചിലർ ആശ്വാസ വാക്കുകളിലൂടെ കുത്തിയവരുണ്ട്. ആശ്വാസ വാക്കായിരിക്കാം, അതിനകത്തൊരു കുത്തുമുണ്ട്. ചിലവർ കുറ്റപ്പെടുത്തിയവരുണ്ട്. നീ ചെയ്യുന്നത് ശരിയല്ല, ഇവിടെ കൊണ്ടുപോണ്ട, അവിടെ കൊണ്ടുപോ, അവിടെ കൊണ്ടുപോണ്ട, ഇവിടെ കൊണ്ടുപോ. ഒത്തിരി പേര് വന്ന് പറയുന്നുണ്ട്, ഇവിടെ കാണിച്ചാൽ വിടുതൽ ലഭിക്കും, അവിടെ കൊണ്ടുപോയാൽ സുഖം ലഭിക്കും. നമ്മളത് കേട്ട് എപ്പോഴും നമ്മൾ ഓടാൻ ശ്രമിക്കാറുണ്ട്. ഹല്ലേലൂയ. എവിടെ ആശ്വാസം കിട്ടുമെന്ന് കേട്ടാൽ നമ്മൾ അപ്പം പെട്ടിയും പ്രമാണം എടുത്ത് ഓടുന്നവരാ. ഇവിടെ ആശ്വാസമുണ്ട്, ഇവിടെ കൊണ്ടുവന്നാൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. നീ കൊണ്ടുപോകേണ്ടടുത്ത് നീ കൊണ്ടുപോകാറില്ല, അതുകൊണ്ട് അതിനൊക്കെ ആശ്വാസം ലഭിക്കാത്ത ഞാൻ കൊണ്ടുവന്നു എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. എൻ്റെ അപ്പനെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ അറിയാം. ഹല്ലേലൂയ. ഞാൻ വിട്ടുകൊടുത്തു എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. യേശുവേ, ഞാനും കൊണ്ടുപോയി. എല്ലാവരും പറയുന്നത് കേട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ വിധി എഴുതി, അവർ ഒരു ഡേറ്റ് നിശ്ചയിച്ചു, ഇതൊരു അവസ്ഥയിലേക്ക് മാറും, ഇനി നീ കാണത്തില്ല. ഹല്ലേലൂയ. നീ ഒരു എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് വരെ മേടിച്ചോ എന്നാ പറഞ്ഞ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലായവരായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ എന്ന് വരെ അവർ പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ.
ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കരഞ്ഞുകൊണ്ടിറങ്ങി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് ദൈവം എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ അപ്പൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അവൻ സകലവും നന്മയ്ക്കായിട്ടല്ലാതെ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ല. ഞാൻ വിട്ടുകൊടുത്തപ്പോൾ ഹല്ലേലൂയ ഞാൻ സന്തോഷിക്കുവാൻ തുടങ്ങി. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ ഓരോ വളർച്ചയിലെത്തുമ്പോഴും അവൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് ഞാൻ സന്തോഷിക്കുവാൻ തുടങ്ങി. അവളിൽ മാത്രമല്ല മാറ്റമുണ്ടായത്, എന്നിലും മാറ്റമുണ്ടായി. എന്നിടെ സംസാരത്തിൽ മാറി, ഞാൻ വിളിക്കുന്ന വിളി മാറി, എൻ്റെ ശബ്ദത്തിൻ്റെ ഇടർച്ച മാറി. ഹല്ലേലൂയ. ഇടറി സംസാരിച്ചവൻ, പാടാൻ കഴിയാത്തവൻ, എങ്ങനെ മയക്ക് പിടിക്കുമെന്ന് അറിയാത്ത ഞാൻ ഇന്ന് ഈ മയക്ക് പിടിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ പോലും അതിനൊരു കാരണം ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. എന്നെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ചിലതിനെ തൊടണം. ഹല്ലേലൂയ. അതാ നമ്മുടെ അപ്പൻ, ചിലതിനെ തൊട്ടാലേ ചിലത് പുറത്തു വരികയുള്ളൂ. അതാ പറയുന്നേ, ഇപ്പോൾ നീ എന്തെങ്കിലും സങ്കടത്തിനകത്തായിരിക്കുന്നുവെങ്കിൽ അത് ചിലതിനെ തൊടുന്നതിന് വേണ്ടിയാ. വചനവും അപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഹല്ലേലൂയ. പരീശന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പലയിടങ്ങളിലും യേശുവിനെ എവിടെയൊക്കെ കിട്ടാമോ അവിടെ ഇട്ട് കുത്തുവാൻ പിന്നാലെ നടന്നവർ. ഹല്ലേലൂയ. ചതിക്കെണിയുമായി പിന്നാലെ നടന്നവർ. അവർ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. ആ മോശയുടെ ന്യായപ്രമാണം എന്തിനാ ഒരു വചനവും കൂടി പറയുക. ഹല്ലേലൂയ. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഹല്ലേലൂയ ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇതാണൊരു ചോദ്യം. യേശുവേ, അങ്ങേക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. എനിക്കിനി എന്താണ് ഇനി അവസ്ഥ? ഞാൻ ചെയ്യുന്നത് വലിയൊരു പാപമാണോ? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വലിയ പാപക്കനല്ലായിരുന്നോ? ഹല്ലേലൂയ. എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമോ? ഞാനിനി മരിക്കണോ? ഞാനിനി മരിച്ചാലേ പാപം നീങ്ങത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചെയ്തു കൂട്ടിയതിൻ്റെ പാപമാണോ നമ്മുടെ തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള പല ചോദനകളിലൂടെയും പല വേദനകളിലൂടെയും പല ഭാരങ്ങളിലൂടെയുമായിരിക്കാം ചിലപ്പോൾ നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഒരുപോലെ അതുക്കൊലേക്ക് ചിന്തിച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നത്? എന്നിലുണ്ടായ പാപമാണോ അവൾ പകർന്നു കൊടുക്കപ്പെട്ടത്? ഹല്ലേലൂയ. അല്ല, എന്നെ പുറത്ത് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ഞാനിന്നിവിടെ നിൽക്കണമെന്ന്, നിങ്ങളോട് സുവിശേഷം പറയണമെന്ന്, നിങ്ങളോട് വചനം പറയണമെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം എത്രത്തോളം ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം ലജ്ജിതനാകാതെ തല ഉയർത്തി. ഹല്ലേലൂയ. റതലവൗഷസി. നീ തല ഉയർത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നീ വിട്ടുകൊടുക്കണം. ചില സ്ഥാനങ്ങളിൽ നീ തലകുനിച്ചു. ആ പരീക്ഷന്മാരുടെയും ഹല്ലേലൂയ ആ ശാസ്ത്രിമാരുടെ മുൻപിൽ തലകുനിച്ചു നിന്ന സ്ത്രീയെ പോലെ. ഹല്ലേലൂയ. അവൾ ചെയ്ത തെറ്റ് അവൾ മാത്രമല്ല, അവളോടൊപ്പം വേറൊരു പുരുഷനും ഉണ്ടായിരുന്നു. എന്തേ അവനെ പുറത്തു കൊണ്ടുവന്നില്ല? എന്തേ അവനെ കൊണ്ടുവന്നില്ല? ഇത് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. ആ സ്ത്രീയെ മാത്രം കൊണ്ടുവരണമെന്ന് ആരൊക്കെയോ കരുതിക്കൂട്ടി, അല്ലെങ്കിൽ എന്തോ ഒരു കെണി വെച്ച് പിടിച്ചതുപോലെ അവരെ പിടിച്ചു കൊണ്ടുവരികയാവോ? ആറതലഭൗഷസി. ചില കെണികൾ കിടക്കുന്നുണ്ട്, സൂക്ഷിച്ചോ. ചില കെണികൾ നമുക്ക് പിന്നാലെ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാ, അത്ര ദിവസവും സ്നേഹത്തോടെ ഇരുന്നവർ, അത്രയും ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ആ കെണി ഒരുക്കി കാത്തിരിക്കുന്നേ. ഇത് നിനക്കുള്ള താക്കീതാ. ആ കെണിക്കകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ നീ ഒന്ന് വായ് വിട്ടൊന്ന് നിലവിളിച്ചേ. ഒരു കെണി കിടക്കുക, ഒരു എലിപ്പെട്ടിക്കകത്ത് എലി കിടക്കുന്നത് പോലെ. ബൗഡക്ഷാര. ആ എലിപ്പെട്ടിക്കകത്ത് ഒരു എലി കിടക്കുമ്പോൾ നമുക്കറിയാം അതിന് പുറത്ത് കിടക്കുവാൻ കഴിയാതെ വളരെ ഭാരത്തോടെ അത് കരഞ്ഞുകൊണ്ടും കൈകൾ കൂപ്പിയും. ഹല്ലേലൂയ. നമ്മൾ ചെന്ന് നോക്കിയാൽ അത് എഴുന്നേറ്റ് കൈകൾ വരെ കൂപ്പും. എന്നെ ഒന്ന് പുറത്ത് വിട്ടാൽ, എന്നെ ഒന്ന് പുറത്ത് വിടണേ എന്ന് പോലും കൈകൾ കൂപ്പിയിട്ടും. ആർദലഭൗഷസി ദീപൽക്കടകര വൈഡക്താര. ഹല്ലേലൂയ. പുറത്ത് വിടാതെ നിന്നെ മുക്കി ആ വെള്ളത്തിൽ മുക്കി കൊല്ലുവാൻ തക്കവണ്ണം ആർദലക്ഷസി ആരൊക്കെയോ നിനക്ക് വേണ്ടി കെണി ഒരുക്കിയായിരിക്കുക, നിന്നെ തകർക്കുവാൻ തക്കവണ്ണം നിന്റെ അവസ്ഥകളെ. ഹല്ലേലൂയ. ഊർദലഭൗഷസി ദീപൽക്കടകര. ഒരു കെണി കാണുന്നുണ്ട്, പുറത്ത് വരുവാൻ കഴിയാതെ മുക്കി കൊല്ലുവാൻ തക്കവണ്ണം ഒരു കെണിയാ. ആ നിലവിളിയാത്, ഒരു നിലവിളി ശബ്ദമാത്. നിനക്ക് പുറത്ത് വരണമെങ്കിൽ നീ ഒന്ന് കരഞ്ഞാൽ മതി, നീ ഒന്ന് മുട്ട് മടക്കിയാൽ മതി, യേശുവേന്നൊന്ന് ഉറക്കെ നിലവിളിച്ചാൽ മതി. ആ കെണിക്കകത്ത് നിന്നും നിന്നെ കല്ലെറിയാൻ നിൽക്കുന്നവരിൽ നിറയിൽ നിന്നും നിന്നെ പുറത്ത് കൊണ്ടുവരും. നിന്നെ എറിയുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നിന്നെ എറിഞ്ഞോടിക്കുവാൻ തക്കവണ്ണം, ഈ ദേശത്ത് നിന്ന് ഓടിക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്നുണ്ട്. അറദലബൗഡ് അക്ഷാര ദീപൽബൗഷസി. ഹല്ലേലൂയ.
വചനം പറയുന്നു, ഹല്ലേലൂയ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു ന്യായപ്രമാണം കൂടി എടുത്ത് നിരത്തി വയ്ക്കുക, ഒരു വചനം കൂടി എടുത്ത് വെച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പിശാചും ഇതുപോലെ വചനങ്ങളും കൊണ്ടാ വന്നത് യേശുവിനെ പരീക്ഷിക്കാൻ. കുറേ വചനങ്ങളുമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. നീ ശക്തിയുള്ളവനെങ്കിൽ നീ ചാട്. ഹല്ലേലൂയ. നിന്റെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നിന്റെ മുൻപിലേക്ക് വരുന്നവരും ചില വചനങ്ങളായിട്ട്, ചില ആശ്വാസ വാക്കുകളായിട്ട്, ഹല്ലേലൂയ, നിന്നെ കരുതുന്നത് പോലെ ആയിരിക്കാം കടന്നു വരുന്നത്. അതിനകത്തൊരു കെണിയുണ്ട്, അതിനകത്തൊരു കൂടുണ്ട്. സൂക്ഷിച്ചോ. അത് നിന്നെ പുറത്തു കൊണ്ടുവരുവാനല്ല, നിന്നെ തകർക്കുവാൻ തക്കവണ്ണം, നിന്നെ അതിനകത്ത് പൂട്ടിക്കളയുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറയുന്നു വചനം 8:6 പറയുന്നു, ഇവനെ കുറ്റം ചുമത്തുവാൻ, ഹല്ലേലൂയ, അവനെ കുറ്റം ചുമത്തുവാൻ. എങ്ങനെ യേശുവിനെ കുറ്റം ചുമത്തുവാമെന്ന് സംഗതി കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാരായിരുന്നു. ഹല്ലേലൂയ. വചനം തന്നെ ഇവിടെ വ്യക്തമാക്കുക, കുറ്റം ചുമത്തുവാൻ, അവൻ്റെ മേൽ കുറ്റം ചുമത്തുവാൻ വേണ്ടി, ഹല്ലേലൂയ, പരീക്ഷിച്ചു കൊണ്ടുള്ള ഒരു ചോദ്യം. ഹല്ലേലൂയ. മത്തായി 22:15 നമുക്കിതുപോലെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. പരീക്ഷന്മാർ ചെന്ന് വാക്കിൽ കൊടുക്കേണ്ടതിന്, ഹല്ലേലൂയ, ആ വാക്കുകളിൽ എങ്ങനെ കൊടുക്കാം. ഇതാ നിന്റെ നാവിൽ നിന്ന് വീഴുന്നാൽ എങ്ങനെ കിട്ടാമെന്ന് ആലോചിക്കുന്നേ, നമ്മളെ എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിക്കുന്നേ. ആ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് 22:20 പറയുന്നു, പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിക്കാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് കുറച്ചുകൂടി വ്യക്തമായി പറയുക, ചിലരുടെ കയ്യിലേൽപ്പിക്കാൻ, ചില നാടുവാഴികളുടെ കയ്യിലേൽപ്പിക്കാൻ, ചില അധികാരത്തിൻ്റെ ആറതലബൗഡക്ഷാര, ചില അധികാരത്തിൻ്റെ കെട്ടുകളിലേക്ക് നിന്നെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നിന്റെ വാക്ക് പിടിക്കേണ്ടതിന് തക്കം നോക്കി ഒറ്റുകാരെ അയച്ചു എന്ന് വചനം വെളിപ്പെടുത്തി പറയുക. ഹല്ലേലൂയ. ഒറ്റുകാരെ, നമ്മുടെ വായിൽ നിന്ന് വിടുന്ന വാക്കുകളെ പോലും അവർ കേട്ടുകൊണ്ടിരിക്കുക. എന്ത് കിട്ടും അവൻ്റെ വായിൽ നിന്ന്? എന്ത് കിട്ടും? എങ്ങനെ ഞാൻ അവനെ പെടുത്തും? എങ്ങനെ ഞാൻ അവനെ തകർക്കും? ഹല്ലേലൂയ. ഒപ്പമുള്ളവരായിരിക്കാം, കൂട്ടു സഹോദരങ്ങളായിരിക്കാം, നമ്മോട് ചിരിച്ചുകൊണ്ട് കൈ തരുന്നവരായിരിക്കാം. ദൈവാത്മാവ് എന്നെ ശക്തമായി എടുത്ത് പെരുമാറുക. ഹല്ലേലൂയ. ആരൊക്കെ കൊടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, തക്കതായ ഒരു കൊടുക്കാതെ വാക്കുകളെ പോലും സൂക്ഷിച്ചുപയോഗിച്ചോ. നീ പ്രവൃത്തി മാത്രമല്ല വാക്കും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ ഇന്നു മുതൽ നിലവിളിച്ചിരിക്കുന്ന, നീ വിട്ടുകൊടുക്കാൻ തയ്യാറാങ്കിൽ യേശു നിന്റെ നാക്കിനെ, ഹല്ലേലൂയ, നിന്റെ നാവിനെ ഇന്ന് ബന്ധിക്കും. ഹല്ലേലൂയ. നിന്റെ നാവിൽ നിന്ന് എന്ത് വിഴയണമെന്ന് നീ അവനോട് ചോദിക്ക്. മോശ ചോദിച്ചതുപോലെ മോശ ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എൻ്റെ നാവ് പിഴച്ചതാണ്, എൻ്റെ നാവിൽ നിന്ന് നല്ലത് വരത്തില്ല, എൻ്റെ നാവ് ബന്ധിക്കപ്പെട്ടതാണ്, ആ നാവിൽ നിന്ന് എന്ത് വരുമെന്ന് എനിക്കറിയില്ല. മോശ നിലവിളിച്ചതുപോലെ, മോശ കരഞ്ഞുകൊണ്ട് പറഞ്ഞതുപോലെ, യേശുവേ, എൻ്റെ നാവിൽ നിന്ന് എന്ത് വരുമെന്ന് എനിക്കറിയില്ല, എൻ്റെ നാവ് എന്താ സംസാരിക്കുന്നതെന്ന് അറിയില്ല. പലപ്പോഴും എന്നെ കൊടുക്കുന്നത് എൻ്റെ നാക്ക. എൻ്റെ ഈ അതരത്തെ ഇന്ന് ബന്ധിക്കണം. യേശുവിൻ്റെ നാമത്തിനാൽ എന്നെ ബന്ധിക്കണം. ഏൽപ്പിച്ചു കൊടുത്തേ, ആ നാവിൻ്റെ കെട്ടുകളെ ഏൽപ്പിച്ചു കൊടുത്തേ. ചില കടിഞ്ഞാനിട്ട് കെട്ടിയതുപോലെ നിന്റെ നാവിന്ന് ശബ്ദിക്കുന്ന നിൽക്കും. ചില അന്യഭാഷകൾ, ഹാറതല ബൗഡക്ഷാര, യേശുവിൻ്റെ ഭാഷ നീ സംസാരിക്കും. നീ ഏത് നാവ് കൊണ്ടാണോ പാപം ചെയ്തത്, ഏത് നാവ് കൊണ്ടാണോ നീ വിധിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് നാവിൽ നിന്നാണോ നിനക്ക് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശ വിളിച്ചതുപോലെ നീ ആ യേശുവിൻ്റെ മുൻപിൽ നിന്ന് വിട്ടുകൊടുത്തേ. എനിക്കറിയില്ല ഇത് ആരോടോ പറയുക, ആരോടോ തൊട്ട് പറയുക. യേശു പറഞ്ഞു, പലപ്പോഴും നിന്നെ കുടുക്കുന്നത്, പലപ്പോഴും നിന്നെ കുടുക്കി, പലപ്പോഴും നിന്നെ വ്യസന ഹേതുവാക്കുന്നത് ചില വാക്കുകളാ.
ആ വാക്കുകളെ വിട്ടുകൊടുത്തേ. മോശ നിലവിളിച്ചതുപോലെ എനിക്കറിയില്ല, അതേ നാവ് കൊണ്ടാ ഒരു ഇസ്രായേൽ ജനത്തെ ആ ഫറവോൻ്റെ സൈന്യത്തിൽ നിന്നും ഫറവോൻ്റെ കയ്യിൽ നിന്നും ആ ചെങ്കടലിനെ പോലും കടത്തി പുറത്ത് കൊണ്ടുവന്നേ. ഒന്ന് ചിന്തിച്ചേ, നിന്റെ നാവ് ചിലതിനെ പുറത്ത് കൊണ്ടുവരും. നിന്റെ നാവ് ഇന്നലെ വരെ നിന്നെ വിധിച്ച നാവാ, ഇന്നലെ വരെ നിന്നെ ശപിച്ച നാവാ, ഇന്നലെ വരെ നീ ഉപയോഗിച്ച നാക്കുകൾ, ഇന്നലെ വരെ നീ ശാപമിട്ട വാക്കുകൾ, ഇന്ന് നിന്റെ ആ നാവ് തന്നെ നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുകയാ. ആ മോശ പുറത്ത് കൊണ്ടുവന്നതുപോലെ ഒന്നോ രണ്ടോ പേരെയല്ല, ഒരു പറ്റം ഇസ്രായേൽ ജനത്തെ പുറത്ത് കൊണ്ടുവന്നേ. അവൻ്റെ പിന്നാലെയാ വന്നേ. ആ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവൻ, വൃദ്ധനായവൻ, ഹല്ലേലൂയ, ആ നാവിന്മേൽ കൊടുത്ത അധികാരം, അവൻ്റെ കയ്യിൽ കൊടുത്ത വടി, ഹല്ലേലൂയ, ചിലതൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ത്രിമാരുടെ കയ്യിൽ ഇരിക്കുന്നത് പോലൊരു വടിയാ, ആ വടിയാ ഏൽപ്പിച്ചു കൊടുത്തേ. ആ വടി കൊണ്ട് ആ ഒരു ജനത്തെ പുറത്തു കൊണ്ടുവന്നേ. ആ നാവ് കൊണ്ട് ആ ഒരു ജനത്തോട് സംസാരിച്ച് ചില അധികാരമുള്ള വാക്കുകളാ. നീ ഇന്നലെ വരെ സംസാരിച്ചതല്ല, ചില അധികാരമുള്ള വാക്കുകൾ നിന്റെ നാവിന്മേൽ നിന്ന് വരും. ചില അധികാരമുള്ള വാക്കുകൾ, കൽപ്പിക്കുന്ന വാക്കുകൾ, ബന്ധിക്കുന്ന വാക്കുകൾ, ചിലതിനെ പുറത്താക്കുന്ന വാക്കുകൾ, നിന്റെ ഭവനത്തിനകത്ത് പിടിച്ചു വച്ചിരിക്കുന്ന പിശാചിനെ പോലും പുറത്താക്കുന്ന ചില വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരും. അധികാരമുള്ള വാക്കാ. ഈ പേനിനെയും, ഹല്ലേലൂയ, ഈ ചെങ്കടലിനെയും മുറിച്ചവൻ, ആ ചെങ്കടലിനെ മുറിച്ച് കടന്നു കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, നിന്റെ നാവിനെ നിന്റെ ഭവനത്തിനകത്ത് ബന്ധിച്ചിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നിന്റെ നാവിനെ അവൻ തൊടുവാൻ പോകുകയാ. നീ ഏൽപ്പിച്ച്, യേശുവേ എൻ്റെ നാവിനെ നീ തൊടണം, യേശുവേ നീ എൻ്റെ നാവിനെ തൊടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കി, ആ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ എങ്ങനെ കൊടുക്കാമെന്ന്, ഹല്ലേലൂയ, എങ്ങനെ പെടുത്താമെന്ന് ആലോചിച്ച് ചിലർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഹല്ലേലൂയ, കരം കൊടുക്കുന്നത് വിഹിതമോ എന്നൊരു വാക്ക്, ഹല്ലേലൂയ, കൈസർ, ഹല്ലേലൂയ, ഒരു രാജ്യഭരണത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എതിരായി സംസാരിച്ചാൽ, ഒരു രാജാവിനെതിരായി സംസാരിച്ചാൽ, നമുക്കറിയാം നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരു വലിയൊരു ശ്രേഷ്ഠ പദവിയുള്ള ഒരാളായിക്കോട്ടെ, നമ്മൾ അവരെ എതിർ സംസാരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഹല്ലേലൂയ. അതുപോലെ നീ എന്ത് സംസാരിക്കണമെന്ന് അറിയുന്നതിന് വേണ്ടിയാ പരീക്ഷന്മാർ അവിടെ കടന്നു വന്നത്. പക്ഷേ യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഹല്ലേലൂയ. അതിലെല്ലാം അവിടെ കിട്ടി. അതുപോലെ ചില വാക്കുകൾ, ഹാരതല ബൗഡക്ഷാര ദീപൽ ബൗഡ തണ്ടാരന്ത്, ഹല്ലേലൂയ, 8:7 പറയുന്നു, അവൻ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ നിവർന്നു, ഹല്ലേലൂയ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ആരെങ്കിലും പാപമില്ലാത്തവരുണ്ടെങ്കിൽ ആ സ്ത്രീയെ ബന്ധിച്ചോ. ഹല്ലേലൂയ. നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിഞ്ഞോ. എല്ലാവർക്കും ഭയമായി. ഹല്ലേലൂയ. ആർക്കും ഒന്നും പറയുവാൻ കാരണമില്ല. കാരണം എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പാപത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാപത്തിനകത്ത് നിന്ന് ആർക്കും പുറത്തു വരുവാൻ കഴിയുന്നില്ല. ഈ ലോകത്ത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ പല പാപങ്ങൾ കാണുന്നു, പലത് കേൾക്കുന്നുണ്ട്. പാപകരമായ മണ്ണിലൂടെയാണ് നമ്മൾ ചവിട്ടി നടക്കുന്നത്. പാപത്തിന്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പാപത്തിനകത്ത് നിന്ന് നമുക്ക് പുറത്ത് വരുവാനുള്ളേ. ആറതല ബൗഡക്ഷണ്ട. നമ്മളോട് എങ്ങനെ പറഞ്ഞാൽ നമുക്കും ആരെയും കുറ്റം വിധിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നീ കുറ്റം വിധിക്കുന്നത് നിർത്തിക്കോ. നീ ആരെങ്കിലും കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് നിർത്തിക്കോ. കാരണം നിന്റെ കയ്യിലുമുണ്ട് പാപം. നിന്റെ കയ്യിൽ പാപം വെച്ച് നിനക്കാരെയും വിധിക്കുവാൻ കഴിയുകയില്ല, നിനക്കാരെയും ശിക്ഷിക്കുവാൻ കഴിയുകയില്ല, നിനക്കാരെയും ബന്ധിക്കുവാൻ കഴിയുകയില്ല. നമ്മളെല്ലാം പാപമായ ലോകത്തിൽ, പാപത്തിൻ്റെ പടുകുഴികളിൽ, പാപമായ ലോകാവസ്ഥകളിലായിരിക്കുന്നു. ആ പാപത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വചനം പറയുന്നു, മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, പാപമുണ്ടോ? പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിനകത്തുള്ള കുറ്റബോധം, ഹല്ലേലൂയ, അവർ ചിന്തിച്ചോ, ഞാൻ പാപിയാണോ? നീ നിന്റെ ഹൃദയത്തിൽ തൊട്ടൊന്ന് തൊട്ടേ, നിന്റെ ഹൃദയത്തിൽ തൊട്ടൊന്ന് ചോദിച്ചേ, യേശുവേ, ഞാൻ പാപിയാണോ? എന്നിൽ പാപമുണ്ടോ? ഞാൻ ഈ പാപത്തിൽ ആണോ നിൽക്കുന്നേ? എങ്കിൽ എനിക്ക് ആരെയും വിധിക്കുവാൻ യോഗ്യതയില്ല.
എനിക്ക് ആരെയും കുറ്റപ്പെടുത്തുവാൻ യോഗ്യതയില്ല. അപ്പാ, ഞാൻ തന്നെ ഒരു പാപമായൊരു അവസ്ഥയിലാണ് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ പാപത്തിൽ നിന്നാ എനിക്ക് പുറത്ത് വരേണ്ടേ. ഈ പാപകരമായ അവസ്ഥയിൽ നിന്നാ എനിക്ക് പുറത്ത് വരേണ്ടേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാപത്തിൽ നിന്നും ഹല്ലേലൂയ കറനീക്കി, ഹല്ലേലൂയ, വചനം പറയുന്നത് പോലെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ എനിക്ക് പുറത്തു വരണം. ഞാൻ ഇന്നിരിക്കുന്നത് ഇരുട്ടിലാ, ഇരുട്ടായ ലോകത്തിൽ. ആറതലമൗടക്ഷാര ചുറ്റും വെളിച്ചമുണ്ട്, ഞാനത് കാണുന്നില്ല. എൻ്റെ ഇരുട്ടായ ലോകത്തെയാണ് ഞാൻ നോക്കുന്നേ. എനിക്ക് ആ ഇരുട്ടിൽ നിന്നും പുറത്ത് വരണം അപ്പാ. എൻ്റെ ഇരുട്ടായ അവസ്ഥകൾ മാറണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. നിന്റെ ഒപ്പം കല്ലെറിയുവാൻ വന്നവർ, നിന്നെ വിധിക്കുവാൻ വന്നവർ, നിന്നെ ആട്ടി ഓടിക്കുവാൻ വന്നവർ, നിന്നെ കൊല്ലുവാൻ തക്കവണ്ണം വടിയും കല്ലുമായി നിന്റെ പിന്നാലെ വന്നവർ എവിടെ പോയി? ഹല്ലേലൂയ. ആ നാവ് കൊണ്ട് ആ ബറദല രാക്ഷസി, ആ പരീശന്മാർ എവിടെ പോയി? ആ ഒരു ചോദ്യത്തിന് മുൻപിൽ സകലരും വിട്ടുമാറി, സകലരും പോയി. ഹല്ലേലൂയ. ആ സ്ത്രീ പറയുന്നുണ്ട്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഇത് യേശുവിൻ്റെ ഏറ്റവും ശക്തമായ ഒരു താക്കീതാ. ഇതൊരു താക്കീതാ. നീ ഏതെങ്കിലും പാപത്തിനകരം അവസ്ഥയിൽ ആയിരിക്കുന്നെങ്കിൽ, എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആ ഹൃദയത്തിനകത്തൊന്ന് തൊട്ടിട്ട്, ആ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ട് ഒന്ന് പറയണം, യേശുവേ, ഞാൻ പാപിയാ. ആ സ്ത്രീക്ക് പാപത്തിൽ നിന്നും വിടുതൽ കൊടുത്തതുപോലെ എന്നെയും പുറത്തു കൊണ്ടുവരണം അപ്പാ. എൻ്റെ ഈ അവസ്ഥകൾ കർത്താവേ, ഞാൻ എന്തെങ്കിലും പാപകരമായ അവസ്ഥകളിലായിട്ടുണ്ടെങ്കിൽ എനിക്കും പുറത്ത് വരണം കർത്താവേ, പുറത്ത് വരണം അപ്പാ. യേശുവിൻ്റെ ശക്തമായ വാക്കുകൾ നിന്നോട് സംസാരിക്കും. ഇനി നീ പാപം ചെയ്തരുത്. ഇന്ന് വരെ ചെയ്തു, നീ ഇന്ന് വരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെ എന്തെങ്കിലും വാക്കുകളാൽ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെ നീ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ കർത്താവേ, ചിലതിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു, ചില കെട്ടുകളെ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. നീ വിശ്വസിക്കാ, നീ വിശ്വസിക്ക. ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന പോലെ നീ ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും, ചില കഷ്ടങ്ങളിൽ നിന്നും, ചില ഇല്ലായ്മകളിൽ നിന്നും, നീ കേൾക്കുന്ന ചില കേൾവികൾ, ഹല്ലേലൂയ, നീ വീട്ടിൽ ചെന്ന് കേൾക്കുമ്പോൾ നീ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നു. ആ സ്വസ്ഥതയില്ലാതെ പലരും നിന്നെ കുറ്റം വിധിക്കുന്നത്, പലരും ആത്സഫ്യ വാക്കുകളാൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നീ കേട്ട് നിനക്ക് നിന്റെ ഹൃദയശുദ്ധി പോലും മാഞ്ഞു പോയി. നിന്റെ ഹൃദയശുദ്ധി പോലും മാഞ്ഞു പോയെങ്കിൽ പലരും കുറ്റം വിധിക്കുന്ന അവസ്ഥകളാ. ദീപൽ കടകര ബൗഡക്ഷാരെ ചുറ്റുപാട് നിന്ന് അസഫ്യ വാക്കുകളാലും അസഫ്യ വർഷങ്ങളാലും എന്നെ വേർതിരിച്ച് നിന്നെ ബന്ധിക്കുന്ന ചില വാക്കുകൾ എനിക്ക് പുറത്ത് വരുവാൻ കഴിയുന്നില്ലപ്പാ. ഞാൻ പലപ്പോഴും ഇത് പറയണ്ട എന്ന് വിചാരിച്ചിട്ടും എനിക്ക് പറഞ്ഞു പോകുന്നു. പലപ്പോഴും ഞാനിത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ ചെയ്തു പോകുന്നു. പലപ്പോഴും എൻ്റെ നാവ് എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു. പലപ്പോഴും ഞാൻ ബന്ധിക്കപ്പെട്ടവനെ പോലെ ആകുന്നു. യേശുവേ, എന്നിൽ നിന്ന് നീക്കണേ ഈ പാപഭാരമെല്ലാം, എന്നിൽ നിന്ന് നീക്കണമേ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ യേശുവേ, എനിക്ക് പുറത്ത് വരണം. യേശുവേ, എനിക്ക് പുറത്ത് വരണം. കണ്ണുനീരോടെ പറയുക അപ്പാ, യേശുവേ, എനിക്ക് പുറത്ത് വരണം അപ്പാ. എൻ്റെ ഈ അവസ്ഥകളിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പാ. സകലതും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, സകല കുറവുകളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്ക് പുറത്ത് വരണം കർത്താവേ. എൻ്റെ ഈ അവസ്ഥകളിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം അപ്പാ. ഞാൻ ഒത്തിരി കരഞ്ഞു, ഒത്തിരി നീറി, ഹല്ലേലൂയ, പുറത്ത് വരുവാൻ കഴിയാതെ കൂട്ടിലകപ്പെട്ടതുപോലെ ആയിരുന്നപ്പാ. എന്നെ വിളിച്ചതുപോലെ ഞാനും നിലവിളിച്ചു. ഹല്ലേലൂയ. എനിക്ക് പുറത്ത് വരുവാൻ കഴിയാതെ എന്നെ മുക്കി കൊല്ലുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എനിക്ക് ചുറ്റും ആരൊക്കെയോ കെണി ഒരുക്കുന്നപ്പാ. സകലതിനെ അഴിക്കണമേ കർത്താവേ, സകല ബന്ധനങ്ങളും അഴിക്കണമേ അപ്പാ. ആ കെണി ഒരുക്കുന്നവർ, ഹല്ലേലൂയ, കെണി ഒരുക്കുന്ന അവസ്ഥകൾ മാറട്ടെ അപ്പാ. എന്നോട് സംസാരിക്കണമേ കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ അപ്പാ.
സകല ജനത്തെയും അങ്ങനെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ, അങ്ങനെ നാമത്തിന് മുൻപ് ഏൽപ്പിക്കുന്ന കർത്താവേ, സകല കെട്ടുകളും അഴിയട്ടെ അപ്പാ. ഇവരിൽ രോഗികൾ ആശ്വസിക്കപ്പെടട്ടെ, ഇവരുടെ ഇല്ലായ്മകൾ മാറട്ടെ അപ്പാ. ഹല്ലേലൂയ അപ്പാ. കടഭാരത്തോടെ ആമേൻ കർത്താവേ, ഞെരിഞ്ഞ അവസ്ഥകൾ മാറട്ടെ അപ്പാ, ഇല്ലായ്മകൾ മാറട്ടെ കർത്താവേ. സ്വന്തമായി ഭവനമില്ല എന്ന് കരയുന്നവരുണ്ട് കർത്താവേ. അപ്പാ, അവർക്ക് നല്ലൊരു ഭവനം നൽകണമേ കർത്താവേ. അപ്പാ, കടന്നു വരുവാൻ കഴിയാതെ ഇറുകിയ അവസ്ഥകളിൽ കർത്താവേ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്കും വേഗത്തിൽ നമ്മോടൊപ്പം കടന്നു വന്ന് കർത്താവേ ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവേ അവരെ ഇടയാക്കണമേ കർത്താവേ. സകല ജനത്തെയും രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ, സകല ബന്ധനങ്ങൾ കെട്ടുകളെ അഴിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ രക്തത്താൽ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ വചനത്താൽ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും നീതിയായി മാറ്റണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.